أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സൂറത്തുൽ ഖദറിലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന ആയത്തിൻ്റെ വിശദീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ കബീർ എന്ന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് പറയുന്നു, അടുത്ത ചോദ്യം, ഈ ആയത്തിൽ ലൈലത്തുൽ ഖദർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതിൽ ലൈൽ എന്നതുകൊണ്ട് യഥാർത്ഥ രാത്രി തന്നെയാണോ അതല്ല ആലങ്കാരിക അർത്ഥമാണോ ഉള്ളത്? അതുമായി ബന്ധപ്പെട്ട് മുൻ മുഫസ്സിരീങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് യഥാർത്ഥ രാത്രി തന്നെയാണ് അർത്ഥമാക്കുന്നത് എന്നാണ്. അതായത് വിശുദ്ധ ഖുർആൻ പരിപൂർണമായി അവതരിച്ച അല്ലെങ്കിൽ അവതരിച്ചു തുടങ്ങിയ രാത്രി. വിശുദ്ധ ഖുർആൻ റമളാൻ മാസത്തിലാണ് അവതരിച്ചു തുടങ്ങിയത് എന്നത് ചരിത്ര സാക്ഷ്യങ്ങളാൽ തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നതിൻ്റെ ഒരു അർത്ഥം വിശുദ്ധ ഖുർആൻ റമളാൻ മാസത്തിലാണ് അവതരിച്ചു തുടങ്ങിയത് എന്നുമാണ്. എന്നാൽ റമളാനിലെ ഏത് രാത്രിയാണ് അവതരിച്ചു തുടങ്ങിയത് എന്ന കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. സഈദ് ബിൻ ജുബൈർ ഇബ്നു അബ്ബാസിൽ നിന്നും നിവേദനം ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ റമളാനിലെ മധ്യഭാഗത്താണ് അവതരിച്ചത് എന്നാണ്. അതായത് 15-16 റമളാനിൽ. എന്നാൽ മുമ്പ് പരാമർശിക്കപ്പെട്ട ഹദീസിൽ 24 റമളാനിൽ എന്നാണ് വന്നിരിക്കുന്നത്. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു പറയുകയുണ്ടായി, അത് അറിഞ്ഞതുകൊണ്ട് ആത്മീയ നിലയിൽ പ്രയോജനമൊന്നുമില്ല, എങ്കിലും ലഭിക്കാൻ എന്നിരുന്നാലും മുഹദ്ദിസീങ്ങൾ 24 റമളാനിലാണ് കൂടുതൽ പ്രാമുഖ്യം നൽകിയിരിക്കുന്നത്. ബുഖാരിയുടെ പ്രമുഖ വ്യാഖ്യാതാവ് ഇബ്നു ഹജർ അസ്കലാനി, മവാഹിബുൽ ലിദ്ദുനിയായുടെ ഗ്രന്ഥകർത്താവ് അല്ലാമ സുർഖാനി എന്നിവർ ഖുർആൻ 24 റമളാനിലാണ് അവതരിച്ചു തുടങ്ങിയത് എന്ന നിവേദനത്തിന് പ്രാമുഖ്യം നൽകുന്നവരാണ്. വിശുദ്ധ ഖുർആൻ അവതരിച്ച രാത്രി ലൈലത്തുൽ ഖദർ എന്ന് അറിയപ്പെടാൻ കാരണമെന്താണ്? അത് ഖദർ എന്ന പദത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. മുഫ്രദാത്തെ റായിബിൽ ഖദറിൻ്റെയും തഖ്ദീറിൻ്റെയും അർത്ഥം നൽകിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അനുമാനം പ്രകടിപ്പിക്കുക എന്നതാണ്, അല്ലെങ്കിൽ വിധി പുറപ്പെടുവിക്കുക എന്നതാണ്. അള്ളാഹുവിൻ്റെ തഖ്ദീർ അഥവാ വിധി 2 വിധത്തിലാണ് പ്രകടമാകുന്നത്. ഒന്ന്, ആർക്കെങ്കിലും കഴിവ് നൽകിക്കൊണ്ട്. 2, ഒരു വസ്തുവിനെ യുക്തിയോടുകൂടി ഒരു പ്രത്യേക അനുമാനത്തിൻ്റെ അല്ലെങ്കിൽ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക നിർമ്മിതിയിൽ അതിന് അടിത്തറ വെക്കുന്നു. അതിന് കാരണം അള്ളാഹുവിൻ്റെ പ്രവൃത്തി 2 വിധത്തിലാണ് എന്നതാണ്. ഒന്ന് ഒരു വസ്തുവിനെ പരിപൂർണതയോടുകൂടി ഒറ്റയടിക്ക് സൃഷ്ടിക്കുന്നു. അതിനുശേഷം അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നില്ല. ഉദാഹരണത്തിന് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ്. മറ്റൊരു രീതി, ഒരു വസ്തു അടിസ്ഥാനപരമായി നിലനിൽക്കുന്നുവെങ്കിലും അതിൻ്റെ വിശാലമായ കഴിവുകളും പ്രത്യേകതകളും മറഞ്ഞിരിക്കുന്ന വിധത്തിൽ ആയിരിക്കുമെന്നതാണ്. ഉദാഹരണത്തിന് ഈന്തപ്പഴത്തിൻ്റെ കുരു. അതിന് ഈന്തപ്പഴമാകാനുള്ള കഴിവ് അതിൽ നിഗൂഢമായി അടങ്ങിയിരിക്കുന്നു. എന്നാൽ ആ അവസ്ഥയിൽ അത് പ്രകടമാകുന്നില്ല. എന്നാൽ അതിനെ മണ്ണിൽ വിതക്കുമ്പോൾ അതൊരു വൃക്ഷമായി അതിൽ നിന്നും ഈന്തപ്പഴം ലഭിക്കുന്നു. എന്താണോ അള്ളാഹു അതിൽ നിഗൂഢമായി വെച്ചിരിക്കുന്നത് അത് തന്നെയാണ് അതിൽ നിന്നും പുറത്തു വരുന്നത്. വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്നു, ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ. അള്ളാഹു ഓരോന്നിനെയും സംബന്ധിച്ചൊരു വിധി നിർണയിച്ചിട്ടുണ്ട്. ഇവിടെ ഖദറിനോടൊപ്പം അൽ എന്ന് ചേർത്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിച്ച ആ രാവിൽ എല്ലാവിധ ഖദറുകളും ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. മുഫ്രദാത്തിൽ പറയപ്പെട്ട അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആയത്തിൻ്റെ അർത്ഥം ആ 2 ഖദറുകളും
ആ രാവിൽ നാം സമ്മേളിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. അത് വീണ്ടും ആത്മീയവും ശാരീരികവും എന്ന നിലയിൽ വീണ്ടും രണ്ടായി വിഭജിക്കുന്നു. അപ്പോൾ ആ 4 ഖദറുകളും അതിൽ സമ്മേളിച്ചിരിക്കുന്നു എന്ന് സാരം. ആദ്യത്തെ തരത്തിലുള്ള ഖദറിന് ഉദാഹരണമാണ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സൃഷ്ടിപ്പ്. ആ വിധത്തിൽ നോക്കുമ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദം വ മുബശ്ശിറം വ നദീറ വദാഇയം ഇലല്ലാഹി ബിഇസ്നിഹി വസിറാജം മുനീറ. ഓ നബി, നാം നിന്നെ ഒരു സാക്ഷിയും സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായി അയച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് അവനിലേക്ക് ക്ഷണിക്കുന്ന ആളായും പ്രകാശം നൽകുന്ന സൂര്യനായും അയച്ചിരിക്കുന്നു. ഏതൊരു ദിവസമാണോ വിശുദ്ധ ഖുർആൻ അവതരിച്ചത് അതിന് തുല്യമായ 2 ആത്മീയ ഖദറുകളും പ്രകാശവും ഉണ്ടാവുകയെ ഏതൊരു ദിവസമാണോ വിശുദ്ധ ഖുർആൻ അവതരിച്ചത് അതിന് തുല്യമായ 2 കുദ്റത്തുകളും പ്രകാശമാവുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യ ഇൽഹാം അഥവാ വെളിപാട് ഇറങ്ങിയതും അദ്ദേഹം സൂര്യനായി ഗണിക്കപ്പെട്ടു. സൂര്യൻ്റെ പ്രത്യേകതയാണ് അതിന് ചുറ്റും മറ്റ് ഗ്രഹങ്ങൾ വലയം ചെയ്യുന്നുവെന്നത്. എന്നതുപോലെ ജനങ്ങൾ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുറ്റും വലയം ചെയ്യപ്പെടുമെന്ന് അള്ളാഹു വിധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ പ്രീതിയും അനുഗ്രഹവും കരസ്ഥമാക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വലയത്തിൽ വരണമെന്ന് അള്ളാഹു വിധിക്കുകയുണ്ടായി. മറ്റൊന്ന് ആത്മീയമായതാണ്. സൂര്യൻ്റെ ഒരു പ്രത്യേകതയാണ് അത് പ്രകാശം നൽകുന്നു എന്നത്. എന്നാൽ അതിനു നേരെ മുഖം തിരിക്കുകയും കവാടങ്ങൾ തുറന്നിടുകയും ചെയ്യുമ്പോഴാണ് ആ പ്രകാശത്തിൽ നിന്നും നമുക്ക് പ്രയോജനം കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. എന്നതുപോലെ ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ മുഖം തിരിക്കുന്നത് അവർക്കാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയതയിൽ നിന്നും ഫലം കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. ആരാണോ തൻ്റെ ഹൃദയത്തെ അതിനുവേണ്ടി തുറന്നിടുന്നത് അവർക്കാണ് കൂടുതൽ ഫലം കരസ്ഥമാക്കാൻ സാധിക്കുക. മറ്റ് ഒരു തരത്തിലുള്ള കുദ്റത്ത് എന്നത് സാവകാശം വളർന്നു വന്ന് അതിൻ്റെ പരിപൂർണത പ്രാപിക്കുന്നതാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് പടിപടിയായിട്ടാണ് നടക്കുന്നത്. ഒരു രക്തപിണ്ഡത്തിൽ നിന്ന് വളർന്നു വന്ന് പരിപൂർണ രൂപം പ്രാപിച്ച മനുഷ്യനായി തീരുകയാണ് ചെയ്യുന്നത്. എന്നതുപോലെ വിശുദ്ധ ഖുർആൻ്റെ ഈ ആയത്ത് വളർന്നു വന്ന് ഒരു പരിപൂർണ ഗ്രന്ഥമായി തീരുന്നതാണ്. ആ ഗ്രന്ഥം മുഖേന മനുഷ്യൻ രക്തപിണ്ഡത്തിൻ്റെ അവസ്ഥയിൽ നിന്നും ഉന്നതി പ്രാപിച്ച് ഒരു പരിപൂർണ മനുഷ്യനായി, അതായത് ആത്മീയമായി പരിപൂർണ മനുഷ്യനായി തീരുന്നതാണ് എന്ന സൂചനയാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.